നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വതമന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങി 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിനസംഖ്യ വരുന്നത് 18,72,460 ദിവസമാണ്. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് ചിങ്ങമാസം 22-ാം തീയതിയാണ്. ശകവർഷം 1947 ഭാദ്രപദ മാസം 16-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതിയാണ്. ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ തിഥി പൗർണമിയാണ്. അവസാനത്തെ ദിവസമാണ്. 11:38 വരെയുള്ള സമയത്ത് പൗർണമി തിഥിയുണ്ട്. ഇന്ന് നക്ഷത്രം വരുന്നത് ചതയം നക്ഷത്രമാണ്. 9:41 വരെയാണ് ചതയം നക്ഷത്രം ഉള്ളത്. കരണം വരുന്നത് വിഷ്ടികരണമാണ്. 12:41 വരെയുള്ള സമയത്ത് വിഷ്ടികരണം വരുന്നു. നിത്യയോഗം വരുന്നത് സുകർമ്മനാമ നിത്യയോഗമാണ്. രാവിലെ 9:22 വരെയുള്ള സമയത്താണ് ഈ സുകർമ്മനാമ നിത്യയോഗമുള്ളത്. ഞാറ്റുവേല പൂരം ഞാറ്റുവേല തന്നെയാണ്. 2 ആഴ്ച കാലമാണ് ഒരു ഞാറ്റുവേല എന്ന് പറയുന്നത്. ഋതു വർഷ ഋതുവാണ്. അയനം ദക്ഷിണായനമാണ്. ദിവസം ഞായറായണ സൂര്യൻ്റെ കാലഹൊരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:17:57 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:25:48 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 7 മിനിറ്റ് 51 ഈ ദിനമാനത്തിൽ ക്രമേണ കുറവ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ദക്ഷിണായന കാലമാകയാൽ ഈ കുറവ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് വൈകിട്ട് 4:54 തുടങ്ങി 6:25 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് ഉച്ചകഴിഞ്ഞ് 3:23 തുടങ്ങി 4:54 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് ഉച്ചയ്ക്ക് 12:21 തുടങ്ങി 1:52 വരെയുള്ള സമയത്താണ്. രാഹു ഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യകാലങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ആ സമയത്ത് ശുഭകർമ്മങ്ങൾക്കോ പ്രധാനപ്പെട്ട യാത്ര ഇവയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇന്ന് അഭിജിത്ത് വരുന്നത് 11:57 തുടങ്ങി 12:19 വരെയും മധ്യത്തിലുള്ള 4 മിനിറ്റ് വർജിച്ച് 12:23 മുതൽക്ക് 12:45 വരെയുള്ള സമയത്താണ്. മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിലും വളരെ പ്രധാനപ്പെട്ട കാര്യം അന്നേ ദിവസം തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കർക്കടകക്കൂറുകാർക്കാണ്. അതായത് പുണർതം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ അഷ്ടമത്തിൽ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. അവർ പുതിയ നൂതന സംരംഭങ്ങൾക്ക് അതുപോലെ യാത്ര മുതലായിട്ട് പ്രധാനപ്പെട്ട യാത്ര മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് വർജിക്കേണ്ടതാണ്. ഇന്നത്തെ നക്ഷത്രം വരുന്നത് ചതയം നക്ഷത്രമാണ്. രഥാതിവാഹനങ്ങൾ ഉണ്ടാക്കുക, ജലവാഹനം ഉണ്ടാക്കുക, അതുപോലെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, യുദ്ധം, വള്ളി, മുള്ള് മുതലായിട്ടുള്ളവയെ കൊണ്ടുള്ള ക്രിയകൾ ഇതിനൊക്കെയാണ് ചതയം നക്ഷത്രം അനുകൂലമായിട്ടുള്ളത്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമല്ല. എന്നാൽ ഇന്ന് തിഥി വരുന്നത് പൗർണമി തിഥിയാണ്. എല്ലാ തരത്തിലുള്ള മംഗളകർമ്മങ്ങൾക്കും അതുപോലെ ദേവപ്രതിഷ്ഠ, ശില്പമുണ്ടാക്കുക, യജ്ഞ കാര്യങ്ങൾ, ഗൃഹകൃത്യങ്ങൾ തുടങ്ങി യുദ്ധം മുതലായിട്ടുള്ളവ, വ്രതം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പൗർണമി അനുകൂലമാണ്. നമസ്കാരം.